ഹലോ ഓൾ, വെൽക്കം ടു സിംപ്ലി ഫിൽമി. അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന സിനിമ MC ജോസഫ് എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള മീശ എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കുറച്ച് പെർഫോമൻസസ് ഈ സിനിമയിലുണ്ട്, പിന്നെ കുറച്ച് മൊമെൻറ്റ്സ് ഈ സിനിമയിലുണ്ട്. വേറൊന്നും പ്രത്യേകിച്ച് ഈ സിനിമയിൽ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം സിനിമയിലോട്ട് വരികയാണെങ്കിൽ, സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് കതിർ ഉണ്ട്, നമ്മുടെ തമിഴ് ആക്ടർ, നമ്മുടെ പരിയേരം പെരുമാളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള. പിന്നെ ഹക്കീം ഷാ ഉണ്ട്, ശ്രീകാന്ത് മുരളി ഉണ്ട്, ജിയോ ബേബി ഉണ്ട്, ഷൈൻ ടോം ചാക്കോ ഉണ്ട്. അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളാണ് സിനിമയിൽ. നമ്മുടെ സുധി കോപ്പയുണ്ട്. അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു എന്നോട് ചോദിച്ചാൽ, എനിക്കൊരു ആവറേജ്. പക്ഷേ ഈ സിനിമയ്ക്ക് ഒരുപാട് സ്കോപ്പ് ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക്. പക്ഷെ അതൊന്നും ഒരു എഫക്റ്റീവ്ലി യൂസ് ചെയ്തെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ആക്ച്വലി സിനിമയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാമായിരുന്നു. കാരണം അതിനുള്ള അങ്ങനത്തെ ഒരു വിഷയമാണ് സിനിമ കൈകാര്യം ചെയ്തിരിക്കുന്നത്. MC ജോസഫിൻ്റെ ഇതിന് മുന്നത്തെ സിനിമ വികൃതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വന്നപ്പോൾ തന്നെ എനിക്കിത് കണ്ട് റിവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിന്ന് പോയത്. പക്ഷെ എനിക്കൊരു ആവറേജിന് മുകളിലോട്ടുള്ള ഒരു അനുഭവം ഈ സിനിമ നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സിനിമയിൽ മെയിനായിട്ട് എനിക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്ത കാര്യങ്ങൾ, കതിറിൻ്റെ പെർഫോമൻസ് എനിക്ക് അത്യാവശ്യം ഓക്കെ ആയിരുന്നു. പക്ഷെ അതിൽ തന്നെ ഒരു കാര്യത്തിന് എനിക്ക് ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. കാരണം കതിറിൻ്റെ പെർഫോമൻസ് അത്ര ഹൈ ആയിട്ടിരിക്കുകയും അതേസമയം തന്നെ ആളുടെ ഡബ്ബിങ് കുറച്ച് ഡൗൺ ആയി പോവുകയും ചെയ്ത ചില സീനുകളുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പെർഫോമൻസ് അത്ര ഹൈ ആണ്, ഭയങ്കര എനർജറ്റിക് ആണ്, പക്ഷേ ഡബ്ബിങ് ആ ഒരു ഇതിലോട്ട് വന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കൊരു മിസ്മാച്ച് ഫീൽ ചെയ്യില്ലേ? അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. പിന്നെ ഹക്കീം ഷായുടെ പെർഫോമൻസ് എനിക്ക് അത്യാവശ്യം നല്ല കൺവിൻസിങ് ആയിട്ട് തോന്നി, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ സുധി കോപ്പയുടെ പെർഫോമൻസ് എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നല്ലതായിട്ടിരുന്നു. എനിക്ക് ആക്ച്വലി ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് നമ്മുടെ ശ്രീകാന്ത് മുരളിയുടെ പെർഫോമൻസ് ആണ്. കാരണം ആ ക്യാരക്ടറായിട്ട് ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. ആൾ നല്ലോണം അത് പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് ആളുടെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആളത് പെർഫോം ചെയ്ത രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ ഷൈൻ ടോം ചാക്കോൻ്റെ ക്യാരക്ടറിനെ പറ്റി പറയുമ്പം, ആളുടെ അതായത് ആ ക്യാരക്ടർ മൊത്തത്തിൽ കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്, കുറച്ച് എക്സെൻട്രിസിറ്റി ഉള്ളൊരു ക്യാരക്ടറാണ്. അത് ഷൈൻ ടോം ചാക്കോയുടെ എക്സെൻട്രിസിറ്റി ഉള്ള ആ ഒരു ഫേസ് ഉണ്ടായിരുന്നല്ലോ കുറച്ച് കാലം മുന്നേ. അപ്പോൾ ആ കാലത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടാവണം ഈ ക്യാരക്ടറുകൾ അങ്ങനെ തന്നെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. കുഴപ്പമുണ്ടായിരുന്നില്ല, അത്യാവശ്യം നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് എടുത്തു പറയാൻ തോന്നിയ ക്യാരക്ടർ ജിയോ ബേബിയുടെ ക്യാരക്ടറാണ്. അതായത് ആളൊരു പൊളിറ്റീഷ്യനാണ് സിനിമയിൽ, ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. അത് ജിയോ ബേബി അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ആ ക്യാരക്ടർ വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് സിനിമയിലെ മെയിനായിട്ട് ഈ സിനിമയിലെ ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത്, ഭയങ്കര ലേസി റൈറ്റിംഗ് ആയ പോലെ തോന്നി. കാരണം ഈ സിനിമയ്ക്ക് ആക്ച്വലി ഒരുപാട് കാര്യങ്ങൾ പറയായിരുന്നു, എഫക്റ്റീവായിട്ട് പറയാനുള്ളൊരു പ്ലോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് സിനിമ യൂസ് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നി. എനിക്ക് സിനിമയിൽ എൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്തത്, ഈ സിനിമയുടെ ഭയങ്കര ഒരു ലേസി റൈറ്റിംഗ് പോലെ ഫീൽ ചെയ്തു. കാരണം ഈ സിനിമയിൽ ഉദ്ദേശിക്കുന്ന ഒരു സംവിധായകൻ ഈ സിനിമയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്. പക്ഷെ അതെങ്ങും എത്താതായി പോയ പോലൊരു ഫീൽ എനിക്കുണ്ട്. കാരണം അത് പറയേണ്ടുന്ന ഒരു പൊളിറ്റിക്സ് ആയിരുന്നു. പക്ഷെ അത് പറഞ്ഞിരിക്കുന്ന രീതിയും അതങ്ങ് പൂർണ്ണമായിട്ട് അതിൻ്റെ ഫുൾ ഇമ്പാക്റ്റിൽ പ്രേക്ഷകർക്ക് കണ്ടിരിക്കുന്ന ആളുടെ എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മൊത്തത്തിൽ ആ ഒരു സൈഡ് ഭയങ്കര വീക്കായിരുന്നു, എഴുത്ത് ഭയങ്കര വീക്കായിരുന്നു സിനിമയുടെ. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ കുറേ അധികം ഭയങ്കര എന്തൊക്കെയോ അർത്ഥമുണ്ടെന്ന് ആൾക്കാർക്ക് തോന്നാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ക്യാമറ ഗിമ്മിക്കുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 2-3 ട്രാൻസിഷൻസ് ഉണ്ട്. പിന്നെ എന്താ പറയുക, ഒന്ന് രണ്ട് സീനുകളുണ്ട് അങ്ങനെ. പക്ഷെ അതൊന്നും ഒരു ഇമ്പാക്റ്റും ഇല്ല. അതുപോലെ തന്നെ തിയേറ്ററിൽ കയ്യടി ഉണ്ടാക്കേണ്ട കുറച്ച് ഡയലോഗുകളുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഫ്ലാറ്റായി പോയി. എന്ന് വെച്ചാൽ ഭയങ്കര പുവർ റൈറ്റിംഗ് ആയിരുന്നു സിനിമയുടെ. അങ്ങനെ അതുകൊണ്ട് തന്നെ ഒരു ഇമ്പാക്റ്റ് ഫീൽ ചെയ്തില്ല തിയേറ്ററിൽ ഇരിക്കുമ്പോൾ. ഓക്കെ, നമ്മളത് എന്ന് വെച്ചാൽ നമ്മളൊരു സംഭവം കണ്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമുക്ക് എന്തൊക്കെയോ സ്ക്രീനിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്, നമ്മളതിങ്ങനെ ഇരുന്ന് കാണുന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു ഇമ്പാക്റ്റ് കണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇടയിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ എനിക്ക് ഡൗട്ടുണ്ട് കുറച്ച്. അങ്ങനെ ആ ഒരു അതാണ് എനിക്ക് മെയിനായിട്ട് സിനിമ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു തവണ വേണമെങ്കിലും തിയേറ്ററിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആവറേജ് അനുഭവത്തിലേക്ക് സിനിമ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ സിനിമ ആക്ച്വലി, കാരണം ഈ ഒരു പ്ലോട്ട് നല്ല രസമായിരുന്നു, അത്യാവശ്യം നല്ലൊരു പ്ലോട്ടായിരുന്നു. പിന്നെ എനിക്കെന്തോ അങ്ങനെ ഒരു മസ്റ്റ് വാച്ച് എന്ന് നിങ്ങളോട് പറയാൻ പറ്റാത്തൊരു സിനിമയാണ്. ഡെഫിനറ്റ്ലി നോട്ട് എ ബാഡ് വാച്ച്, ഒരിക്കലും ഒരു മോശം സിനിമയല്ല ഇത്. പക്ഷെ
ഒന്നുകൂടെ മെച്ചപ്പെടായിരുന്നു എന്നെനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അതൊക്കെ തന്നെയാണ് എനിക്ക് സിനിമേനെ പറ്റി ഫീൽ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് മേ ബി സിനിമ ഒരുപാട് നല്ലപോലെ ഇഷ്ടപ്പെട്ട സിനിമയായിരിക്കും. അങ്ങനെ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നിങ്ങളത് താഴത്തൊരു കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. ഈ കമൻറ്റ് ബോക്സൊക്കെ നോക്കിയിട്ട് കുറച്ച് പേര് സിനിമയ്ക്ക് പോകുന്നവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് അത് ഉപകാരമായിരിക്കും. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്തൊരു സിനിമയുടെ വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.